വെൽക്കം ടു സ്റ്റോറി മങ്ക്. CPIMൻ്റെ കേന്ദ്ര കമ്മിറ്റി കഴിഞ്ഞ 5 സംസ്ഥാന നിയമസഭകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വിലയിരുത്തി. പ്രത്യേകിച്ച് കേരളത്തിലുണ്ടായ വലിയ പരാജയത്തിൻ്റെ കാരണങ്ങൾ പരിശോധിക്കുകയായിരുന്നു കേന്ദ്ര കമ്മിറ്റി യോഗത്തിൻ്റെ മുഖ്യ അജണ്ടകളിൽ ഒന്ന്. മറ്റ് സംസ്ഥാനങ്ങളിലെ പാർട്ടിയുടെ പ്രകടനത്തെക്കുറിച്ച് മുൻകൂട്ടി തന്നെ ഒരു ധാരണ ഉണ്ടായിരുന്നു. പക്ഷേ കേരളത്തിൽ അധികാരത്തിൽ തിരിച്ചെത്തും എന്ന പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ വലിയ പരാജയമുണ്ടായി. അതുകൊണ്ട് തന്നെ പ്രധാനമായും ചർച്ച ചെയ്തത് കേരളത്തിലെ പരാജയമാണ് എന്ന് നമുക്കറിയാം. ആ പരാജയത്തിന് ശേഷം തിരുത്തൽ നടപടികൾ തീരുമാനിച്ചിട്ടുണ്ട്. ആ തിരുത്തൽ നടപടികൾക്ക് രൂപം നൽകാനായിട്ട് വിശാലമായ സംസ്ഥാന കമ്മിറ്റി യോഗം വിളിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. നേതൃതലത്തിൽ വീഴ്ചകളുണ്ടായി, പാർട്ടിക്ക് പല ഘടകങ്ങളിൽ വീഴ്ചകളുണ്ടായി, പ്രചാരണ രീതിയിൽ വീഴ്ചകളുണ്ടായി, ഒക്കെ സമ്മതിക്കുന്ന ഒരു വാർത്താ സമ്മേളനമാണ് ഇന്ന് CPIMൻ്റെ ജനറൽ സെക്രട്ടറി MA ബേബി ഡൽഹിയിൽ കേന്ദ്ര കമ്മിറ്റി യോഗത്തിന് ശേഷം നടത്തിയത്. ബഷീർ, ഈ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിൻ്റെ തൊട്ട് പിറകെ മുതൽ വിജയത്തേക്കാൾ ഉപരി ചർച്ച ചെയ്യപ്പെട്ടത് CPIMൻ്റെ വലിയ പരാജയമാണ്, അതിൻ്റെ കാരണങ്ങളാണ്. ആ കാരണങ്ങളെക്കുറിച്ച് ഒരു പക്ഷേ ആ പാർട്ടി വിലയിരുത്തുന്നതിന് മുമ്പേ തന്നെ ഇപ്പുറത്ത് നിൽക്കുന്ന മനുഷ്യന്മാർക്ക് ചില വിലയിരുത്തലുകളുണ്ടായിരുന്നു. അതിലേക്ക് എത്തിയിട്ടുണ്ടോ CPIM? ഇപ്പോൾ ഈ ഇത്രയും ദീർഘമായ പ്രോസസ്സുകൾക്ക് ശേഷം MA ബേബിയുടെ വാക്കുകൾ അത് നമുക്ക് പറഞ്ഞു തരുന്നുണ്ടോ? CPIM യഥാർത്ഥത്തിലുള്ള ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തെക്കുറിച്ച് ജനമനസ്സിൽ പതിഞ്ഞ അതിൻ്റെ യഥാർത്ഥ കാരണങ്ങളിലേക്ക് പതുക്കെ എത്തുകയാണ് എന്നാണ് ഇന്ന് ജനറൽ സെക്രട്ടറിയുടെ വാർത്താ സമ്മേളനം കാണുമ്പോഴും കേന്ദ്ര കമ്മിറ്റിക്കകത്ത് നടന്നതായി പറയുന്ന പുറത്തേക്ക് വന്ന വാർത്തകളിൽ നിന്ന് രണ്ടും കൂടി ചേർത്ത് വെക്കുമ്പോൾ യഥാർത്ഥത്തിൽ MA ബേബിയുടെ വാർത്താ സമ്മേളനം മുഴുവനായും ഈ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറയാൻ കഴിയില്ല. എന്നാൽ ബിറ്റ്വീൻ ദ ലൈൻസ് കേന്ദ്ര കമ്മിറ്റിക്കകത്ത് നടന്ന വിമർശനങ്ങളെക്കുറിച്ച് ഒരു ചെറിയ ചിത്രം ബേബിയുടെ വാർത്താ സമ്മേളനത്തിലുണ്ട്. എനിക്കതിൽ പ്രധാനമായി തോന്നിയത് ജനറൽ സെക്രട്ടറി മുതൽ ബ്രാഞ്ച് അംഗം വരെ എല്ലാവർക്കും എല്ലാ തരത്തിലും തെറ്റുപറ്റിയിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. ആ തെറ്റ് പറ്റിയവരിൽ വ്യക്തികൾ തമ്മിൽ ഏറ്റക്കുറച്ചിലുകളുണ്ട് എന്നും പറയുന്നു. ആത്മപരിശോധന നടത്തേണ്ടാത്തവരായി ആരും തന്നെ ഇല്ല എന്നുകൂടി പറയുന്നുണ്ട്. എന്നിട്ട് വിശാല സംസ്ഥാന സമിതിയിൽ ഇക്കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം അവിടെയാണ് അതിൻ്റെ പ്രോസസ്സ് നടക്കുക, അക്കാര്യം ഇവിടെ പറയേണ്ടതല്ല എന്നുകൂടി, പറയാൻ മടിയുള്ളത് കൊണ്ടല്ല, പക്ഷേ ഒരുപാട് സമയമെടുത്ത് പറയേണ്ടതാണ്. അതുകൊണ്ട് അത് എക്സ്റ്റൻഡഡ് സ്റ്റേറ്റ് കമ്മിറ്റിയിലാണ് ആ കാര്യം പറയുന്നത്. അവിടെ വെച്ചാണ് ആ പ്രോസസ്സ് തുടങ്ങുക എന്നാണ്. ഇപ്പോഴത്തെ CPIMൻ്റെ നേതൃത്വത്തെ മാറ്റിവെച്ച് പഴയകാല CPIM ആണെങ്കിൽ ജനറൽ സെക്രട്ടറിയുടെ ഈ വാക്കുകളെ നിശിതമായി വിശകലനം ചെയ്തെടുത്താൽ ചില തലകൾ ഉരുളാൻ പോവുകയാണ് എന്ന് നമുക്ക് വായിച്ചെടുക്കാമായിരുന്നു. അത്ര കൃത്യമാണ് അത്. അതായത് പാർട്ടിക്ക് കൂട്ടായ ഉത്തരവാദിത്തമുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ വ്യക്തിഗതമായ ഉത്തരവാദിത്തങ്ങൾ കൂടി ഉണ്ട് എന്ന് ഈ വിശകലനത്തിൽ തെളിഞ്ഞിട്ടുണ്ട് എന്നാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിമർശനം നടന്നിട്ടുണ്ട് എന്നാണ് ജനറൽ സെക്രട്ടറിയുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാകുന്നത്. എന്നാൽ ഇപ്പോഴത്തെ CPIM ആയതുകൊണ്ടും അതിൻ്റെ ഇപ്പോഴത്തെ നേതൃത്വമായതുകൊണ്ടും അത് ഈ കണ്ടെത്തുന്ന കുറ്റങ്ങൾ, വ്യക്തികളിലെ മേൽ കണ്ടെത്തുന്ന കുറ്റങ്ങൾക്കനുസരിച്ച് നടപടികൾ ഉണ്ടാകുമോ എന്ന കാര്യം ഇപ്പോഴും സംശയമാണ്. അതാ ഞാൻ പറഞ്ഞത്, പഴയ CPIM ആണെങ്കിൽ തലകൾ ഉരുളുമായിരുന്നു എന്ന സൂചന നൽകേണ്ട അത്രയും ഗൗരവപ്പെട്ട പരാമർശങ്ങൾ തന്നെയാണ് ഇത് പറയുമ്പോഴേ ഇപ്പോൾ ഈ തലകൾ ഉരുളുമായിരുന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ ഊഹിക്കാൻ പാകത്തിൽ ഗൗരവമുള്ള പരാമർശം എന്ന് ബഷീർ സൂചിപ്പിച്ചല്ലോ. അതിൽ ഒന്ന് ആലോചിച്ച് നോക്കി കഴിഞ്ഞാൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ വീഴ്ചയുണ്ടായി, അമിത ആത്മവിശ്വാസം ഉണ്ടായി, അതുപോലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ വീഴ്ചയുണ്ടായി, സർക്കാരിൻ്റെ നേട്ടങ്ങൾ കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ വീഴ്ചയുണ്ടായി, തുടർഭരണം കിട്ടിയതിനെ തുടർന്ന് സംഘടനാ സംവിധാനം നിശ്ചലമാവുകയോ അല്ലെങ്കിൽ വേണ്ട രീതിയിൽ പ്രവർത്തിക്കുകയോ ചെയ്തില്ല. ഇമാതിരി വിമർശനങ്ങളാണ് പൊതുവിലുണ്ടായത് എന്നാണ് ജനറൽ സെക്രട്ടറിയുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അതിൽ ചില കാര്യങ്ങൾ ജനറൽ സെക്രട്ടറി ഓപ്പണായി തന്നെ പറയുന്നുണ്ട്. ഇപ്പോൾ സ്ഥാനാർത്ഥി നിർണയത്തിൽ വീഴ്ചകളുണ്ടായി എന്നുള്ളത് അദ്ദേഹം പരസ്യമായി തന്നെ കേന്ദ്ര കമ്മിറ്റി അങ്ങനെ വിലയിരുത്തിയിട്ടുണ്ട് എന്ന് പരസ്യമായി പറയുന്നുണ്ട്. ഈ സ്ഥാനാർത്ഥി നിർണയത്തിൽ വീഴ്ചയുണ്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഡയറക്റ്റായിട്ട് അത് എത്തിച്ചേരുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന, ഇപ്പോഴും പോളിറ്റ് ബ്യൂറോ മെമ്പറും കേന്ദ്ര കമ്മിറ്റി അംഗവുമായിരിക്കുന്ന പിണറായി വിജയനിലേക്കാണ്. പക്ഷേ ആ പേര് ജനറൽ സെക്രട്ടറി പറയുന്നില്ല എന്ന് മാത്രം. കാരണം വെച്ചാൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ നമുക്ക് കൃത്യമായിട്ട് അറിയാം എങ്ങനെയാണ് സ്ഥാനാർത്ഥി നിർണയം നടന്നത്, എന്തായിരുന്നു സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു മാനദണ്ഡം. അതായത്
കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടായിരുന്നത് പോലെ 2 തവണ തുടർച്ചയായി മത്സരിച്ചവരെ മാറ്റി നിർത്തുക എന്ന് പറയുന്നൊരു ഒരു 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 മാനദണ്ഡത്തിൽ നിന്ന് മാറിക്കൊണ്ട് ഇനിയും ജയിക്കാൻ സാധ്യതയുള്ളവരെ വീണ്ടും മത്സരിപ്പിക്കുക ഒരു തീരുമാനത്തിലേക്ക് എത്തിയതിന് പിറകിൽ എന്തായിരുന്നു, അല്ലെങ്കിൽ അത് ആരുടെ ഒരു താല്പര്യമായിരുന്നു, ആരുടെ തീരുമാനമായിരുന്നു എന്നുള്ളതൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ അതാണ് സ്റ്റേറ്റ് കമ്മിറ്റി അംഗീകരിച്ചത്. ആ സ്റ്റേറ്റ് കമ്മിറ്റി തീരുമാനമാണ് പാളിപ്പോയത് എന്ന് പറയുമ്പോൾ പേര് പറയാതെ തന്നെ ചില കാര്യങ്ങൾ ജനറൽ സെക്രട്ടറി പറയുന്നു. ഇപ്പം ഈ സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ കാര്യം വരുമ്പോൾ യഥാർത്ഥത്തിൽ ഗോവിന്ദൻ മാഷിൻ്റെ പേര് കൂടിയാണ് കുറെ കൂടി കാര്യമായി ഡ്രാഗ് ചെയ്യപ്പെടാൻ സാധ്യതയുള്ളത്. കാരണം അദ്ദേഹത്തിൻ്റെ തളിപ്പറമ്പിലെ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ സ്ഥാനാർത്ഥിത്വം എന്നതാണ് ഉപരിതലത്തിൽ വലിയ തോതിൽ പ്രശ്നമായി തീർന്നത്. അതുകൊണ്ട് സ്ഥാനാർത്ഥി നിർണയത്തിൽ നേതൃപരമായ വീഴ്ച സംഭവിച്ചു എന്ന് പറയുമ്പോൾ സംസ്ഥാന സെക്രട്ടറിയിലേക്ക് കൂടി നേരിട്ട് ബാധിക്കുന്ന വിധത്തിലാണ് ആ വിമർശനം ഉയരുന്നത്. പേര് പറയാൻ രാജീവ് നേരത്തെ പറഞ്ഞതുപോലെ പിണറായി വിജയൻ്റെയോ ഗോവിന്ദൻ മാഷിൻ്റെയോ മറ്റേതെങ്കിലും വീഴ്ച സംഭവിച്ച ആളുകളുടെയോ പേര് പറയാൻ യഥാർത്ഥത്തിൽ CPIMൻ്റെ ഒരു രീതി അനുസരിച്ച് സമയമായിട്ടില്ല, സമയമാകാൻ പോകുന്നേ ഉള്ളൂ. അത് നടപടികളുണ്ടെങ്കിൽ ആ നടപടികളുടെ ഘട്ടത്തിൽ മാത്രമേ പേര് പറയേണ്ടതുള്ളൂ. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ പരാജയത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം പാർട്ടിക്കാണ്, സംഘടന എന്ന നിലയിൽ പാർട്ടിക്കാണ് എന്ന് വിലയിരുത്തപ്പെട്ടിട്ടില്ല. ചില നേതൃതലത്തിലുള്ള വ്യക്തികൾക്ക് അതിൻ്റെ ഉത്തരവാദിത്തമുണ്ട് എന്ന്, അതിൻ്റെ ഓണസ് അവർക്ക് തന്നെയാണ് എന്നതിലേക്കാണ് പാർട്ടിയുടെ വിമർശനം പോകുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. CPIMൻ്റെയും കേരളത്തിൻ്റെയും ചരിത്രത്തിലെ ഏറ്റവും നല്ല ഭരണമാണ് ഇക്കഴിഞ്ഞ 10 വർഷം നടന്നത് എന്നതായിരുന്നു ക്യാമ്പയിൻ്റെ ഒരു പൊതുവായ അജണ്ട, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ക്യാമ്പയിൻ തീം അതായിരുന്നു. അത് ഏറ്റെടുക്കപ്പെടുന്നില്ല. തെരഞ്ഞെടുപ്പിന് ശേഷം പ്രചരണം അല്ലെങ്കിൽ വികസനം എത്തിക്കാൻ കഴിഞ്ഞില്ല ഒരു ഒഴുക്കൻ മട്ടിൽ അത് പാർട്ടിയുടെ ഒരു കൂട്ടായ ഉത്തരവാദിത്തമായി പറഞ്ഞു പോകുമ്പോഴും തെരഞ്ഞെടുപ്പിന് മുമ്പുണ്ടായിരുന്ന പിണറായി വിജയൻ സർക്കാരിനോട് തെരഞ്ഞെടുപ്പിന് മുമ്പുണ്ടായിരുന്ന അതേ സമീപനമല്ല പാർട്ടിക്ക് തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷമുള്ളത് എന്ന് ജനറൽ സെക്രട്ടറിയിൽ നിന്ന് വ്യക്തമാണ്. അതുകൊണ്ട് കഴിഞ്ഞ 5 വർഷക്കാലത്തെ, 2 ഭരണത്തിൽ കഴിഞ്ഞ 5 വർഷക്കാലത്തെ ഭരണത്തിൻ്റെ ചെയ്തികൾ കൂടി, അതിൻ്റെ ആക്ഷൻസ് കൂടി, നടപടികൾ കൂടി വിലയിരുത്തപ്പെടുന്ന വിധത്തിലായിരിക്കും തെരഞ്ഞെടുപ്പിൻ്റെ ഫൈനൽ പരാജയ കാരണങ്ങൾ അനലൈസ് ചെയ്യുന്ന, അല്ലെങ്കിൽ അതിൻ്റെ കുറ്റക്കാരെ വിധിക്കുന്നതിലേക്ക് പോകുന്നത്. അതുകൂടി ചേർന്നായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ വിശാലമായ സംസ്ഥാന കമ്മിറ്റി, അതെനിക്ക് മനസ്സിലായില്ല. ഒരു പക്ഷേ ജില്ലകളിൽ നിന്നുള്ള കൂടുതൽ പ്രത്യേക ഇൻവൈറ്റീസിനെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കമ്മിറ്റി ആയിരിക്കാം. അല്ലെങ്കിൽ നിലവിൽ സ്റ്റേറ്റ് കമ്മിറ്റിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട, പ്രായപരിധി കൊണ്ടൊക്കെ പുറത്താക്കപ്പെട്ട ആളുകൾ, സീനിയർ ആയിട്ടുള്ള ആളുകൾ, അവരെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കമ്മിറ്റി ആയിരിക്കാം. എന്താണെങ്കിലും അല്ലെങ്കിൽ ചില മണ്ഡലങ്ങളിൽ നിന്ന് സവിശേഷമായി ചില ആളുകളെ വിളിച്ചു വരുത്തി കാര്യങ്ങൾ സംസ്ഥാന സമിതിക്ക് മുമ്പിൽ തന്നെ അവരെ കൊണ്ടുവരാനുള്ള ഒരു ഓപ്ഷനും കൂടി ആയിരിക്കാം. എന്തായാലും ഈ എക്സ്റ്റെൻഡഡ് സ്റ്റേറ്റ് കമ്മിറ്റി, ഇത് നേരത്തെ ഒരു അഭ്യൂഹം പോലെ അങ്ങനെ ഒരു എക്സ്റ്റെൻഡഡ് സ്റ്റേറ്റ് കമ്മിറ്റി വിളിച്ചായിരിക്കും ഇത് ചർച്ച ചെയ്യാൻ പോകുന്നത് എന്നൊക്കെയുള്ള മട്ടിലുള്ള വാർത്തകൾ പുറത്തേക്ക് വന്നിരുന്നു. ഇന്നിപ്പോൾ സെൻട്രൽ കമ്മിറ്റി യോഗത്തിന് ശേഷം അത് സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു. എക്സ്റ്റെൻഡഡ് സ്റ്റേറ്റ് കമ്മിറ്റി ആയിരിക്കും ഇത് ഡിസ്കസ് ചെയ്ത് തീരുമാനിക്കുക എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ മുൻപ് ഈ തെറ്റിദ്ധരുത്തൽ പ്രക്രിയ തീരുമാനിക്കാനായിട്ട് പ്ലീനം വിളിക്കുക എന്നൊക്കെയുള്ള രീതി, ഒരു പക്ഷേ അതിന് പകരമായി കുറെ കൂടെ ആളുകളുടെ പങ്കാളിത്തമുള്ള വിശാലമായൊരു സ്റ്റേറ്റ് കമ്മിറ്റി വിളിക്കുകയും കുറെ കൂടെ വിശാലമായൊരു ചർച്ച നടത്തുകയും അതിൽ നിന്ന് എക്സ്റ്റൻഡഡ് സ്റ്റേറ്റ് കമ്മിറ്റിക്ക് ഒരു അടിയന്തര സ്വഭാവമുണ്ട്. പ്ലീനം ഒരു നടപടിക്രമത്തിന്റെ ഭാഗമാണ്. എക്സ്റ്റൻഡഡ് സ്റ്റേറ്റ് കമ്മിറ്റി ഇപ്പോൾ സെപ്റ്റംബറിലാണ് അവർ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. എക്സ്റ്റൻഡഡ് സ്റ്റേറ്റ് കമ്മിറ്റി എന്ന് പറയുമ്പോൾ തന്നെ നിലവിലുള്ള സ്റ്റേറ്റ് കമ്മിറ്റിക്ക് എടുക്കാൻ കഴിയാത്ത ചില തീരുമാനങ്ങൾ എടുക്കാൻ കൂടി ഉദ്ദേശിച്ചിട്ടായിരിക്കുമല്ലോ എക്സ്റ്റൻഡഡ് സ്റ്റേറ്റ് കമ്മിറ്റി എന്നുള്ള മട്ടിൽ ഒരു യോഗം വിളിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഉള്ള അധികാര ഘടനയിൽ ചില മാറ്റങ്ങൾ ഒരു പക്ഷേ എക്സ്റ്റൻഡഡ് സ്റ്റേറ്റ് കമ്മിറ്റി ഉണ്ടായേക്കാം എന്നുള്ളൊരു സൂചന അത് നൽകുന്നുണ്ടോ? ഞാൻ ചോദിക്കുന്നത്, നമ്മൾ ഈ ഇപ്പോൾ ഒരു 10-25 കൊല്ലമായിട്ടുണ്ടാവുമല്ലോ നമ്മൾ CPMൻ്റെ സംഘടനാ സംവിധാനങ്ങളുടെ ഒരു രീതിയൊക്കെ നിരീക്ഷിക്കുകയും നമ്മളുടെ ജോലിയുടെ ഭാഗമായി റിപ്പോർട്ട് ചെയ്യുകയും പല സംസ്ഥാന സമ്മേളനങ്ങൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അവിടെ എവിടെയും നമ്മളിങ്ങനെ ഒരു എക്സ്റ്റെൻഡഡ് സ്റ്റേറ്റ് കമ്മിറ്റി എന്നുള്ളൊരു സംഗതി നമ്മൾ ഇതേവരെ എക്സ്റ്റൻഡഡ് സ്റ്റേറ്റ് കമ്മിറ്റി എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പിന് ശേഷം പല ഘട്ടങ്ങളിലായി നടന്ന വിമർശനങ്ങൾക്ക് ഒരു പൊതു സ്വഭാവം ഉണ്ടായിരുന്നു. കീഴേത്തട്ടിലേക്ക് പോകുന്നതിനനുസരിച്ച് വിമർശനത്തിൻ്റെ മൂർച്ച കൂടുകയും കുറെ കൂടി ഫോക്കസ്ഡ് ആവുകയും കുറേ വ്യക്തികളുടെ പേരെടുത്ത് പറയുകയും കുറെ കൂടി പ്രശ്നങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്ത് പുറത്തേക്ക് കൊണ്ടുവരികയും ചെയ്തു. നേതൃത്വത്തിന് സാധിക്കാത്തത് അണികൾക്ക് കൂടുതൽ അടിത്തട്ടിലേക്ക് സാധിക്കുന്നു എന്നൊരവസ്ഥ
തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള വിമർശനത്തിൻ്റെ ഒരു സ്വഭാവമായി കാണാമായിരുന്നു. അതിനെ കൂടി ഉൾക്കൊള്ളുക എന്നതാകണം ഒരുപക്ഷെ എക്സ്റ്റൻഡ് സ്റ്റേറ്റ് കമ്മിറ്റിയുടെ ഉദ്ദേശം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നേതൃതലത്തിലല്ല, അതിന് കുറെ കൂടി താഴെ തലത്തിലാണ് ഇതിൻ്റെ നടപടികളിലേക്ക് കടക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇതിൻ്റെ കാരണങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുന്ന പ്രക്രിയയിലും അവിടത്തേക്ക് കൂടി ഒരു പങ്കാളിത്തം ഉണ്ടാകണം, കുറെ കൂടി അടിത്തട്ടിലേക്ക് പങ്കാളിത്തം ഉണ്ടാകണം എന്ന ചിന്തയിൽ നിന്നാകണം ഇങ്ങനെ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, ഞാൻ അതിലേക്ക് തന്നെ വരുന്നത്. അപ്പം അങ്ങനെ ഒരു പങ്കാളിത്തത്തോടുകൂടിയുള്ള ഒരു ചർച്ചയിലേക്കും ആ ചർച്ചയുടെ അടിസ്ഥാനത്തിലുള്ള തീരുമാനങ്ങളിലേക്കും കടക്കുക എന്ന് പറഞ്ഞാൽ അടുത്ത സംസ്ഥാന സമ്മേളനത്തിന് മുൻപ് തന്നെ നേതൃതലത്തിൽ ചില കാര്യങ്ങളിലെങ്കിലും ചില മാറ്റങ്ങൾ ഉണ്ടായാൽ മാത്രമേ കുറെ കൂടെ ഈ തിരുത്തൽ പ്രക്രിയ എന്ന് കുറേ കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സംഗതികൾ ഏതെങ്കിലും വിധത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കൂ എന്നുള്ളൊരു തോന്നൽ ആ പാർട്ടി സംഘടനാ സംവിധാനത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അതിൻ്റെ കൂടെ അടിസ്ഥാനത്തിലായിരിക്കും പ്രത്യേക നേതാക്കൾക്കെതിരെ വീഴ്ച പറ്റിയ നേതൃതലത്തിലിരിക്കുന്ന വീഴ്ച സംഭവിച്ച ആളുകൾക്കെതിരെ ആ വീഴ്ചയുടെ ഗ്രാവിറ്റി അനുസരിച്ച് ഇതുവരെ ഉയർന്നു വന്ന വിമർശനങ്ങൾ, വീഴ്ചയുടെ കാരണമായി ഉയർത്തിക്കാണിക്കപ്പെട്ട കാര്യങ്ങൾ, സംഭവങ്ങൾ, നടപടികൾ, ഇതിനെയെല്ലാം വിലയിരുത്തി അതിൻ്റെ ഉത്തരവാദിത്തം ചൂണ്ടിപ്പറഞ്ഞ് ചില ആളുകൾക്കെതിരെ നടപടി ഉണ്ടാകുക എന്നതിലേക്ക് തന്നെയാണ് ഇത് പോകുന്നത് എന്നാണ്. പക്ഷേ ഇതുവരെ ഉയർന്നു വന്ന വിമർശനങ്ങളുടെ പശ്ചാത്തലത്തിൽ ആ നടപടി എടുക്കുന്നുണ്ടെങ്കിൽ മേൽത്തട്ടിൽ ഉള്ള ചിലരെ ഒഴിവാക്കിക്കൊണ്ട് ഒരു നടപടി എന്നത് ഇനി സാധ്യമല്ലാത്ത വിധത്തിൽ എവിഡൻ്റാണത്. ഇപ്പോൾ പാർട്ടി വിട്ടുപോയ ആളുകൾക്കെതിരെ നടപടിയെടുത്ത് അവരുടെ കുറ്റമാണ് പരാജയം എന്ന് പറയാൻ ഇനി കഴിയില്ല. അപ്പോൾ കുറെ കൂടി എവിഡൻ്റായ കാര്യങ്ങൾ പരാജയ കാരണമായി ഉള്ളത് കൊണ്ട് എനിക്ക് തോന്നുന്നു നേതൃതലത്തിൽ മേൽത്തട്ടിൽ തന്നെയുള്ള ആളുകൾക്കെതിരെയുള്ള നടപടിയിലേക്കാണ് പാർട്ടി പോകുന്നത്. അതല്ലെങ്കിൽ ആ പ്രവണതയാണ് കാണിക്കുന്നത്. നേരത്തെയുള്ള CPIM ആണെങ്കിൽ ഉറപ്പാണ് ഇനി അങ്ങോട്ടുള്ള മാസങ്ങളിൽ ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തിനും പാർട്ടി ഇപ്പോൾ വന്നുപെട്ട അവസ്ഥയ്ക്കും ഉത്തരവാദികളായവരെ ഐഡൻറ്റിഫൈ ചെയ്യാനും പുറന്തള്ളാനുമുള്ള ശ്രമമാണ് നടക്കുക. നേരത്തെ ഉണ്ടായിരുന്ന പാർട്ടിയാണെങ്കിൽ ഇപ്പോഴത്തെ അതിൻ്റെ ഒരു സ്ട്രെങ്ത് വെച്ച്, സംഘടനാപരമായ സ്ട്രെങ്ത് വെച്ച് അത് സാധ്യമാണോ എന്ന കാര്യത്തിലാണ്. എനിക്കത് അത്ര എളുപ്പമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ഒരു പക്ഷേ എളുപ്പമാണെന്ന് ഞാനും കരുതുന്നില്ല. അത്ര എളുപ്പമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു 10-25 കൊല്ലം കൊണ്ട് ആ പാർട്ടിയുടെ അധികാരഘടനയിൽ, ഞാൻ പറഞ്ഞ സംഘടനാ ഘടനയെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, അധികാരഘടനയിൽ ഉണ്ടായിരിക്കുന്ന ഒരു ചേഞ്ച് ഉണ്ടല്ലോ. ആ ചേഞ്ച് വെച്ചുകൊണ്ട് വളരെ എളുപ്പത്തിൽ വ്യക്തികളെ നേതൃതലത്തിലുള്ള വ്യക്തികളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു നടപടിയിലേക്ക് പോവുക എന്ന് പറയുന്നത് ആ പാർട്ടിയെ സംബന്ധിച്ച് അത്ര എളുപ്പമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ നേതൃ സ്ട്രക്ചറിലാണല്ലോ അത് അസാധ്യമായി നമുക്ക് തോന്നുന്നത്. ഇപ്പോഴത്തെ സംസ്ഥാന സമിതിയുടെ സ്ട്രക്ചറിൽ, ജില്ലാ കമ്മിറ്റികളുടെ ഘടനയിൽ എല്ലാം നിന്നുകൊണ്ട് നമുക്ക് ഈ പരാജയത്തിന് കാരണക്കാരായ അല്ലെങ്കിൽ കാരണമായി തീർന്ന പ്രശ്നങ്ങളിൽ ഇൻവോൾവായ ഉത്തരവാദികളായ ആളുകൾക്കെതിരെ നടപടിയെടുക്കുക ഈ ഘടനയിൽ ബുദ്ധിമുട്ടാകും എന്നാണ് നമ്മൾ കണക്കാക്കുന്നത്. പക്ഷേ പാർട്ടിയിൽ ഉയർന്നു വന്ന വിമർശനത്തിൻ്റെ മൂർച്ചയും അതിൻ്റെ സ്വഭാവവും വെച്ച് നോക്കുമ്പോൾ ഏതെങ്കിലും ഒരു തട്ടിൽ ആ നടപടി സാധ്യമാകേണ്ടതുണ്ട്. അതിന് അല്പം കൂടി ആ ഘടനയെ വിശാലമാക്കുകയാണ് ചെയ്യുന്നത് എന്നാണ് തോന്നുന്നത്. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ഈ വിശാല സ്റ്റേറ്റ് കമ്മിറ്റി എന്നൊക്കെ പറയുന്ന സംവിധാനം വിളിച്ചു കൂട്ടാൻ തീരുമാനിക്കും. ഇവിടെ ഇപ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്നത് ഒരുപക്ഷെ CPMൻ്റെ ജനറൽ സെക്രട്ടറി പൊസിഷനിലിരിക്കുന്ന MA ബേബിയാണ്. സാധാരണഗതിയിൽ തന്നെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയാണ് സംസ്ഥാന ഘടകങ്ങളിലെ പ്രശ്നങ്ങളിൽ മുൻകാലത്തൊക്കെ ഇടപെട്ടിരിക്കുന്നത് നമുക്കറിയാം. ഇപ്പോൾ പ്രകാശ് കാരാട്ടായിരുന്ന കാലത്തും സീതാറാം യെച്ചൂരി ആയിരുന്ന കാലത്തും കേരളത്തിലെ സംഘടനയിലെ വിഭാഗീയ പ്രശ്നങ്ങളിൽ ഏത് തരത്തിലാണ് ഇടപെട്ടിരുന്നതെന്നുള്ളതിൻ്റെ ഒരു എന്താ പറയുക നാൾ വഴി തന്നെ നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷേ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ വളരെ സവിശേഷമായി ഞാൻ കണ്ട ഒരു കാര്യം, ഈ വിഴിഞ്ഞം പ്രശ്നത്തിൽ രണ്ടഭിപ്രായം CPM നേതാക്കൾ പ്രകടിപ്പിച്ചൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ CPM ജനറൽ സെക്രട്ടറി വളരെ കൃത്യമായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും പറഞ്ഞതുപോലെ ഈ വിഴിഞ്ഞം ഓഹരി കൈമാറ്റ പ്രശ്നത്തിൽ UDF സർക്കാരിനെ അല്ലെങ്കിൽ UDF സർക്കാരിൻ്റെ പങ്കിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പക്ഷത്താണ് നിൽക്കുന്നത് ജനറൽ സെക്രട്ടറി എന്നുള്ളൊരു പ്രശ്നമുണ്ട്. രണ്ടാമത്തെ കാര്യം, നേതൃതലത്തിലുള്ള ആളുകൾക്കും പാളിച്ചകൾ ഉണ്ടായിട്ടുണ്ടെന്ന് പറയുമ്പോൾ തന്നെ തളിപ്പറമ്പിലെ സ്ഥാനാർത്ഥിത്വത്തെ പറ്റി സവിശേഷമായി ചോദിക്കുമ്പോൾ എല്ലാ നേതാക്കൾക്കും പങ്കാളികളുണ്ടാവും, മക്കളുണ്ടാവും. പക്ഷേ അത് പറയുന്നുണ്ട് എല്ലാവർക്കും. പിന്നെ K. രാധാകൃഷ്ണനെ പോലെ
വിവാഹം ചെയ്യാത്തവരൊഴികെ മറ്റെല്ലാവർക്കും പങ്കാളികളുണ്ടാകും. അവരുടെ പങ്കാളികൾക്ക് ലെജിറ്റിമേറ്റായി പാർട്ടിയിൽ എന്തെങ്കിലും അവസരങ്ങൾ കിട്ടേണ്ടതുണ്ടെങ്കിൽ അത് നിഷേധിക്കപ്പെട്ടുകൂടല്ലോ എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ ആ ഒരു ഭാഗം പൂർത്തിയാകുന്നതിനിടയിലും ഇതിനുള്ള ഉത്തരവാദികളെ കണ്ടെത്തും. അതല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വ്യക്തിഗതമായ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് വിശകലനം ചെയ്യപ്പെടുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അത് സ്വാഭാവികമായൊരു പറച്ചിലായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതായത് സ്പൗസസിന് ജീവിത പങ്കാളികൾക്ക് ഈ പാർട്ടിയിൽ അംഗമായി എന്നതുകൊണ്ട് അവരുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടുകൂടല്ലോ എന്ന ഒരു പൊതുതത്വം പറയുന്നതാണ്. പക്ഷേ അത് വിമർശനത്തിലേക്ക് വരുമ്പോൾ, നടപടിയിലേക്ക് വരുമ്പോൾ ഒരുപക്ഷെ വളരെ ഈ ചുണ്ണാമ്പ് തൊട്ട് ഉള്ള വിമർശനം എന്നതാണല്ലോ പാർട്ടിയുടെ പ്രയോഗം. അങ്ങനെയുള്ള വിമർശനത്തിലേക്ക് വരുമ്പോൾ അതായിരിക്കും കുറ്റം. ഇപ്പോഴത് ജനങ്ങളുടെ മുന്നിൽ അപമാനിക്കുന്നില്ല എന്ന് വരുമ്പോൾ പോലും പാർട്ടിക്കകത്ത് പ്രധാനപ്പെട്ട കുറ്റമായി തീരാൻ പോകുന്നത് അത് തന്നെ ആവാനാണ് സാധ്യത എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് പറയുമ്പോഴും നമ്മളിത് വളരെ ക്രിട്ടിക്കലായിട്ടും ഒരുപക്ഷെ ഉണ്ടായേക്കാൻ സാധ്യതയുള്ള നടപടികളെക്കുറിച്ച് പറയുമ്പോഴും ഈ പരാജയത്തിന് ശേഷം താഴെത്തട്ടിൽ ചർച്ചകൾ നടക്കുന്നു. ആ ചർച്ചകൾ തുറന്ന ചർച്ചകളായിരിക്കണം എന്ന് പതിവില്ലാത്ത വിധത്തിൽ നിർദ്ദേശിക്കുന്നു നേതൃത്വം. ക്ഷണിക്കപ്പെടുന്നു. അതെ, അത് കഴിഞ്ഞ് ജില്ലാ കമ്മിറ്റികൾ ചർച്ച ചെയ്യുന്നു, സ്റ്റേറ്റ് കമ്മിറ്റി ചർച്ച ചെയ്യുന്നു, ആ റിപ്പോർട്ടിനെ ക്രിട്ടിക്കലായി കേന്ദ്ര കമ്മിറ്റി. ഇതൊരു നടപടിക്രമത്തിൻ്റെ ഭാഗമാണ് CPM സംബന്ധിച്ച്. പക്ഷേ എങ്കിൽ പോലും ഇപ്പോഴും അതങ്ങനെ നടത്താനും അതിൽ കുറച്ചു ഭാഗമെങ്കിലും പരസ്യമായിട്ട് പറയാനും ഒക്കെ തയ്യാറാകുന്നു എന്നുള്ളത് ഒരു ജനാധിപത്യ പ്രക്രിയയെ സംബന്ധിച്ച് വളരെ പോസിറ്റീവ്. ഞാനതിനെ ഒരു സംഘടനയുടെ ജീവനുള്ള അവസ്ഥയായാണോ അതിനെ കാണേണ്ടത്, അതോ ജീവൻ നഷ്ടപ്പെടുന്ന അവസ്ഥയാണോ ഈ ഘടനയെ കാണേണ്ടത് എന്നാണ്. സിസ്റ്റമാറ്റിക്കായ വിമർശനം നടക്കുന്നു, പൊട്ടിത്തെറികൾ ഒന്നും ഉണ്ടാകുന്നില്ല, സമയക്രമം തെറ്റിച്ചുള്ള പൊട്ടിത്തെറികളൊന്നും ഉണ്ടാകുന്നില്ല. ഈ വിമർശനങ്ങൾക്ക് ഒരു ഓർഡറുണ്ട്, അതിനൊരു സമയക്രമമുണ്ട്, ഈ കമ്മിറ്റികൾക്ക് ഈ കാലഗണനയുണ്ട്. ഇതിപ്പോൾ സെപ്റ്റംബർ മാസത്തോടുകൂടി അതൊരു സംഘടനയുടെ ജീവസുറ്റാവസ്ഥയാണോ അതോ സംഘടനയുടെ മരണത്തിൻ്റെ അവസ്ഥയാണോ എന്നത് വേറെ പ്രശ്നമാണ്. പക്ഷേ സംഘടനാ രൂപം എന്നത് അവിടെയുണ്ട്. അതിൻ്റെ ഒരു സ്കെലിട്ടണിൽ നിന്നുകൊണ്ടാണ് ഇത് പ്രവർത്തിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരു പക്ഷേ ഈ അടിത്തട്ടിൽ ഉയർന്നു വന്ന വിമർശനങ്ങളെ ഉൾക്കൊള്ളാനാണ് പാർട്ടി തീരുമാനിക്കുന്നതെങ്കിൽ ഒരു പക്ഷേ തെറ്റുതിരുത്തൽ എന്നത് അതിൻ്റെ യഥാർത്ഥമായ അർത്ഥത്തിൽ നടന്നു പോകാനും സാധ്യതയുണ്ട്. അല്ല, തെറ്റിരുത്തൽ എന്നുള്ളതൊരു ഇനി ഞാൻ പറയുന്നത് നടപടി ആർക്കെതിരെയാണോ എടുക്കേണ്ടത് അവരുടെ പേര് നമ്മൾ പറയേണ്ടതില്ല, പൊതുസമൂഹത്തിന് മുമ്പിലുണ്ട്, നമ്മളായിട്ട് ആ പേര് പറയുന്നു. നടപടി ആർക്കെതിരെയാണോ എടുക്കേണ്ടത് എന്ന് പാർട്ടി അണികളും പ്രവർത്തകരും വിശ്വസിക്കുകയും വിധിക്കുകയും ചെയ്യുന്നത് അവരെ കൊണ്ട് ഇനി പാർട്ടിക്കൊരു ഗുണവും ഉണ്ടാകാനില്ല. ആ അവസ്ഥയിലുള്ള നേതാക്കളാണ് അവർ. അതുകൊണ്ട് നടപടി ഉണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, അതൊരു സ്വാഭാവികമായ നടപടിയായിട്ടാണോ സംഭവിക്കുക, അതോ CPM മുൻകാലത്തൊക്കെ ഉണ്ടാകാറുള്ളത് പോലെ ഒരു വിഭാഗീയതയുടെ തുടക്കമായിട്ട്? അവിടെയാണ് ഇതിൻ്റെ വ്യത്യാസമുള്ളത്. അതായത് പരിക്കേൽപ്പിക്കാതെയുള്ള നടപടികളിലേക്കാവും പോവുക. നേരത്തെ CPIM സ്വഭാവം ഒരു നടപടി ഉണ്ടെങ്കിൽ ആ നടപടിയുടെ പൊളിറ്റിക്കൽ ഗെയിൻ പാർട്ടിക്ക് തന്നെ കിട്ടുന്ന വിധത്തിൽ വ്യക്തിഗതമായി പരിക്കേൽപ്പിച്ചുകൊണ്ടാണ് നടപടിയെടുക്കുക. ഇത്തവണ അങ്ങനെ നടപടി ഉണ്ടെങ്കിൽ വ്യക്തിഗതമായി പരിക്കേൽക്കാത്ത വിധത്തിൽ രക്ഷപ്പെടുത്തുന്ന വിധത്തിലുള്ള നടപടികളായിരിക്കും വരിക. ഈ ഒരു വ്യത്യാസം ഇത്തവണയും ഭൂതകാലവും ഇത്തവണയും വർത്തമാനവും തമ്മിലുള്ള വലിയ വ്യത്യാസമായിരിക്കും. അതായത് പ്രത്യക്ഷത്തിൽ വലിയൊരു വിഭാഗീയതയുടെ സൂചനകളില്ലാത്ത വിധത്തിൽ നിലവിലുള്ള ഒരു സംഘടനാ സംവിധാനത്തിന് വലിയ പരിക്ക് ഏൽപ്പിക്കാത്ത വിധത്തിൽ നിലവിലുള്ള പാർട്ടി അധികാര ഘടനയെ വലിയ തോതിൽ അലോസരപ്പെടുത്താത്ത വിധത്തിലുള്ള ഒരു നടപടി ഒരു പക്ഷേ ഉണ്ടായേക്കാം വിശാലമായ സംസ്ഥാന കമ്മിറ്റിക്ക് ശേഷം എന്ന് മാത്രമേ എനിക്ക് ഏറ്റവും കുറഞ്ഞത് ഈ പരാജയത്തിന് കാരണമായ വിഷയങ്ങളും കാരണക്കാരായ വ്യക്തികളെയും ചൂണ്ടിക്കാണിക്കാൻ സാധ്യതയുണ്ട്. അതൊരു പക്ഷേ സാധ്യതയുള്ളൊരു സംഗതിയായിട്ട് എനിക്കും തോന്നുന്നുണ്ട്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. ഒരു വലിയ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം പല ഘട്ടങ്ങളിൽ ചർച്ച ചെയ്ത് കേന്ദ്ര കമ്മിറ്റിയിൽ അതിൻ്റെ റിപ്പോർട്ട് സമർപ്പിച്ച് കേന്ദ്ര കമ്മിറ്റി അത് ചർച്ച ചെയ്തതിന് ശേഷം വിശാലമായ സംസ്ഥാന കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് വരികയാണ്. വിശാലമായ സംസ്ഥാന കമ്മിറ്റി സെപ്റ്റംബറിൽ ചേരും എന്നാണ് CPM ജനറൽ സെക്രട്ടറി MA ബേബി ഇന്ന് ഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞത്. നമുക്ക് കാത്തിരിക്കാം എന്തായിരിക്കും ഈ വിശാലമായ സംസ്ഥാന കമ്മിറ്റിയുടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളത്. ആ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെയും ചിലപ്പോൾ
ചില സൂചനകൾ പുറത്തേക്ക് തരികയും ചെയ്തേക്കാം. അതിനൊക്കെ വേണ്ടി നമുക്ക് കാത്തിരിക്കാം. ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുന്നു. മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം.